സാധാരണക്കാരന്റെ അടുക്കള ബജറ്റിന് വീണ്ടും തിരിച്ചടിയായി ഇഞ്ചി വില കുതിച്ചുയർന്നു. ജില്ലയിലടക്കം സംസ്ഥാനത്തെ പൊതുവിപണികളിൽ 1 കിലോഗ്രാം ഇഞ്ചിക്ക് 200 മുതൽ 300 രൂപ വരെയാണ് ഇപ്പോഴത്തെ വിപണി വില. കഴിഞ്ഞ ഏതാനും ആഴ്ചയ്ക്കിടെ കിലോയ്ക്ക് 80 മുതൽ 100 രൂപയുടെ വരെ വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇഞ്ചിയുടെ ആവശ്യകത ഉയർന്നതും ഉൽപാദനം കുറഞ്ഞതുമാണ് വിലക്കയറ്റത്തിന് പ്രധാന കാരണമായി വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നത്. കേരളത്തിലേക്ക് എത്തുന്ന ഇഞ്ചിയുടെ വലിയൊരു പങ്കും തമിഴ്നാട്ടിലെയും പാലക്കാട്ടിലെയും അതിർത്തി പ്രദേശങ്ങളിൽ നിന്നാണ്. എന്നാൽ ഇത്തവണ പ്രതികൂല കാലാവസ്ഥയും കൃഷിയിടങ്ങളിലെ വിളവ് കുറവും കാരണം വിപണിയിലെത്തുന്ന ഇഞ്ചിയുടെ അളവ് ഗണ്യമായി കുറഞ്ഞു. പഴയ സ്റ്റോക്ക് ഏതാണ്ട് തീർന്ന സാഹചര്യത്തിൽ പുതിയ വിള വിപണിയിലെത്താൻ ഇനിയും ആഴ്ചകൾ വേണ്ടിവരുന്നതും വില ഉയരാൻ കാരണമായി. ഇഞ്ചിയുടെ ലഭ്യത കുറഞ്ഞതോടെ മൊത്ത വ്യാപാര വിപണികളിലും വില കുതിച്ചുയർന്നിട്ടുണ്ട്. അടുത്തോളം ഞങ്ങൾക്ക് ഇഞ്ചിയുണ്ട്. അത് പന്നിയായിട്ടും കേഴയായിട്ടും മുള്ളനായിട്ടും ഇങ്ങനെ കൊത്തിപ്പറിച്ച് നിന്ന് വെച്ചാൽ അതിന്റെ ബാക്കിയൊക്കെ അതിലെ ഇതിലെയൊക്കെ നിന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ മുൻപ് ഇഞ്ചിക്ക് വിലയില്ലായിരുന്നു. ഇപ്പം ഇഞ്ചിക്ക് വിലയുണ്ട്. അന്നേരം കൂട്ടത്തിലുള്ളവര് സ്വന്തക്കാരെ ബന്ധക്കാരെ അയൽവക്കക്കാരൊക്കെ വരുമ്പം ഇങ്ങനെ ഇഞ്ചി പറിച്ച് അവർക്ക് കൊടുക്കും. നമുക്ക് ഒന്നിച്ചൊരു 50 കിലോ ഒന്നിച്ച് കൊണ്ടുവന്ന് ഇഞ്ചിയുടെ വില വർധനവ് ചില്ലറ വിപണിയിലും വലിയ തോതിൽ അനുഭവപ്പെടുകയാണ്. വില കൂടിയതിനാൽ ചെറിയ അളവിൽ മാത്രമാണ് ഉപഭോക്താക്കൾ ഇഞ്ചി വാങ്ങുന്നത്. ഒരു മാസം മുമ്പ് വരെ 100-ൽ താഴെ മാത്രമായിരുന്നു വില. വില കുറഞ്ഞതിനാൽ പലരും ഇഞ്ചി പറിച്ച് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സൗജന്യമായി നൽകി. ഇപ്പോൾ വില ഉയർന്നു. ഓണക്കാല വിപണി സജീവമാകുന്നതിന് മുമ്പേ അവശ്യ സാധനങ്ങളുടെ ബജറ്റ് താളം തെറ്റും വിധം പച്ചക്കറി വില ഉയർന്നു. ഇതിന് പിന്നാലെ ഇഞ്ചി വിലയും കുത്തനെ കൂടിയതിനാൽ ഓണ വിഭവങ്ങളുടെ എണ്ണവും കുറയും. വിലക്കുറവ് കാരണം പല കർഷകരും ഇഞ്ചി കൃഷി ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.